മുഖ്യമന്ത്രി തീരുമാനം ഇന്ന് തന്നെയെന്ന സൂചന നൽകി കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. പ്രഖ്യാപനം വൈകില്ല, സോണിയാഗാന്ധി ആശുപത്രിയിലായിരുന്നു എന്നറിയാമല്ലോ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അതിനായിട്ട് കാത്തിരിക്കുന്നു. അതേ നമുക്ക് കൃത്യം പറയാൻ പറ്റും, വെയിറ്റ് ചെയ്യാം. എനിക്ക് സോണിയാജി ഹോസ്പിറ്റലിലായിരുന്നു എന്നറിയാം. എൻ്റെ ചെറിയ താമസം വരാം. ഏതായാലും നല്ല തീരുമാനത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കും. She is back home, sir. Sonia ma'am is back home. Now, when can we expect that? At the earliest, I think. Can we expect today, sir? Can we expect today? റെഡിയാണോ? പ്രസിഡന്റ്, ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. പ്രതീക്ഷയാണ് എനിക്കും ഉള്ളത്. ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അതിനായിട്ട് കാത്തിരിക്കുന്നു. അതേപോലെ നമുക്ക് കൃത്യം പറയാൻ പറ്റില്ലല്ലോ, അത് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് സോണിയാജി ഹോസ്പിറ്റലിലായിരുന്നു എന്ന് അറിയാമല്ലോ. അപ്പം എൻ്റെ ചെറിയ താമസം വരാം. ഏതായാലും നല്ല തീരുമാനത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നു. At the earliest, I think. At the earliest. Can we expect today, sir? Can we expect today? At the earliest എന്നാണ് ഇപ്പോൾ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. കേരളത്തിലെ ജനങ്ങളെ പോലെ അല്ലെങ്കിൽ UDF-ലെ ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ പോലെ തന്നെ സണ്ണി ജോസഫും കാത്തിരിക്കുകയാണ്. വേഗത്തിൽ ഇപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതികരിക്കുന്നു. ഏതായാലും ഇനി കൂടുതൽ ചർച്ചകളിലേക്കൊന്നും പോകേണ്ടതില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രഖ്യാപനം വളരെ വേഗത്തിൽ അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഈ പ്രഖ്യാപനത്തിലേക്ക് പോകും. ഡൽഹിയിൽ നിന്ന് AICC ആസ്ഥാനത്ത് നിന്ന് ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം വരുമെന്ന് മനസ്സിലാക്കുന്നു. രാവിലെയാണ് സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം അവർ ആശുപത്രി വിട്ട് മടങ്ങി എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പ്രഖ്യാപനത്തിന് താമസമുണ്ടാകില്ല എന്നതാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, KPCC അധ്യക്ഷനും പ്രഖ്യാപനം കാത്തിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി കൂടുതൽ ചർച്ചകളുടെ ഒന്നും സാഹചര്യമില്ലല്ലോ, ഉടൻ തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു AICC ആസ്ഥാനവും ഒപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളും. അങ്ങനെ തന്നെയാണ് കരുതുന്നത് ഗോകുൽ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പ്രഖ്യാപനത്തിലേക്ക് ഉടൻ തന്നെ ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് നേതൃത്വം കടന്നേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇനി ഈ ഇത്തരത്തിലേക്ക് മണിക്കൂറുകൾ നീണ്ട വലിയ ചർച്ചകളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. അതേസമയം ചില അവസാനഘട്ട ചില പ്രൊസീജിയറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് രാഹുൽ ഗാന്ധി ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ പരസ്പരം അവർ ആശയവിനിമയം നടത്തി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. സോണിയാഗാന്ധിയുടെ അടക്കം അഭിപ്രായം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി തേടും. ആവശ്യമെങ്കിൽ AK ആന്റണിയോടുകൂടി അഭിപ്രായം തേടിയേക്കും. ഒരിക്കൽ കൂടി നേരത്തെ അദ്ദേഹം ആന്റണിയുമായും ലീഗുമായും ഒക്കെ തന്നെ സോണിയാഗാന്ധി അവരുടെയൊക്കെ അഭിപ്രായം തേടിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഒരു ഘട്ട ചർച്ചകൾ എന്നതിനപ്പുറം അതൊരു പ്രൊസീജിയർ എന്ന നിലയിലാണ് ഇനി കാര്യങ്ങളുള്ളത്. ആ അവസാനവട്ട ചർച്ചകളാണ് ഇനി ഡൽഹിയിൽ നടക്കാനുള്ളത്. ആദ്യഘട്ടത്തിൽ നമുക്ക് ഉച്ചയോടുകൂടി അത്തരം ചില ചർച്ചകളിലേക്ക് നേതാക്കൾ കടന്നേക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. അതിന് പിന്നാലെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ സോണിയാഗാന്ധി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.